ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നാസർ ചേരിയത്. പാലിയേറ്റീവ് കെയർ ദിനത്തിൽ തിരൂരിലെ സ്നേഹ വീട്ടിൽ സ്നേഹവിരുന്നൊരുക്കി മാതൃകയായി കുണ്ടൂർ മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വോളണ്ടിയർമാർ. ഡോക്ടർ കമറുന്നിസ അൻവർ നേതൃത്വം നൽകുന്ന സ്നേഹവീട്ടിൽ അന്തേവാസികളെ ചേർത്ത് പിടിച്ചും അവരോടൊപ്പം പാടിയും ആടിയും ഒപ്പന കളിച്ചും സമയം ചെലവഴിച്ചപ്പോൾ അവർക്ക് വേറിട്ടൊരു അനുഭവമായി. ഒപ്പനയോടൊപ്പവും പാട്ടിനോടൊപ്പവും കൈകൊട്ടി താളം പിടിച്ച് അന്തേവാസികൾ സ്നേഹവിരുന്ന് ആസ്വദിച്ചു. സ്നേഹവീട്ടിൽ അന്തേവാസികൾക്ക് ഭക്ഷണം വാരിക്കൊടുക്കുവാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുവാനും വളണ്ടിയർമാർ മത്സരിക്കുകയായിരുന്നു. പാലിയേറ്റീവ് കെയർ ദിനത്തിന്റെ ഭാഗമായി സ്നേഹവീട്ടിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഡോക്ടർ കമറുന്നിസ അൻവർ ഉദ്ഘാടനം ചെയ്തു. കുണ്ടൂർ മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ടി സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് VK റഷീദ് മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ CR അൻവർ, ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA റഫീഖ്, നൌഷാദ് അന്നാര, KS ബദ്രുദ്ദീൻ, പ്രോഗ്രാം ഓഫീസർ N സന്തോഷ്, സ്കൂൾ അധ്യാപകരായ സജ്ന, സുൽഫത്ത്, റജീഷ, ഷാഹിദ് കുണ്ടൂർ എന്നിവർ പ്രസംഗിച്ചു. മണിക്കൂറുകളോളം സ്നേഹവീട്ടിൽ പാടിയും നൃത്തം ചെയ്തും അന്തേവാസികളോട് സംവദിച്ചും കുശലം പറഞ്ഞുമാണ് NSS വോളണ്ടിയർമാർ മടങ്ങിയത്. പാലിയേറ്റീവ് കെയർ ദിന സന്ദേശവാചകമായ ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന വാചകം നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് സ്നേഹവീട്ടിൽ നിന്ന് വിദ്യാർത്ഥികൾ മടങ്ങിയത്. ഈ സ്ഥാപനം തുടങ്ങാൻ കാരണമായ സംഭവങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതയാത്രയിലെ പ്രധാന അനുഭവങ്ങളും കുട്ടികളോട് ഡോക്ടർ കമറുന്നിസ അൻവർ വിവരിച്ചത് കുട്ടികൾക്ക് ഏറെ പ്രചോദനമായി. മാൺപുകൾ വിടരട്ടെ, മനസ്സു നന്നാവട്ടെ, വയറ്റുള്ളത് നമുക്ക് അവർക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? സമയമായാലും നമുക്കൊക്കെ പ്രശ്നമാണ്. നേരത്തെ ഭക്ഷണം കിട്ടണമെന്ന അവധി ദിവസമായിരുന്നു അല്ലെ? ശനിയാഴ്ച അവധി ദിവസം രണ്ടാഴ്ചയാണ്, ഞങ്ങൾക്ക് അവധിയാണ്. എന്തൊക്കെയോ പരിപാടി ഇപ്പൊ അവസാനം സംസാരിച്ച ആദ്യം പറഞ്ഞിട്ടില്ലേ, വീട്ടിൽ ഫംഗ്ഷൻ ആയിരുന്നു, രാത്രിക്ക് മാറ്റിക്കൊണ്ട് പോകുന്നത്. രാത്രി കൊണ്ട് വീട്ടിൽ നമുക്ക് പോകാനുള്ള ഒരു പരിപാടി എടുക്കാം. ഉച്ചക്ക് മോശമാവില്ല, രാത്രി മോശമാവില്ല. പോകുമ്പോ ബസ് ഡ്രൈവറോട് അങ്ങോട്ട് വിടാൻ വേണ്ടി പറഞ്ഞാൽ മതി. അത് ഏതായിരുന്നാലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു ദിവസമായി മാറണം. ഡയറിയൊക്കെ എഴുതുന്ന കുട്ടികളുണ്ടെങ്കിൽ 2024 ജനുവരി 13 ശനിയാഴ്ച കാലത്ത് മുതൽ കൊണ്ടുവന്ന് പുറപ്പെട്ട് തിരൂരിലെത്തി കോരങ്ങത്ത് ഇങ്ങനെ ഒരു സ്നേഹവീട്, അവിടുത്തെ ബോർഡുണ്ട്, മനോഹരമായൊരു ബോർഡ്. നിങ്ങൾക്ക് അവിടെ അവരെ താമസസ്ഥലത്ത് പോയി കാണാം. ഭക്ഷണം കഴിഞ്ഞിട്ട് അവരെ കൊണ്ടാക്കി കൊടുക്കുക. അവരെ കൂടെ ഒപ്പനയൊക്കെ കളിച്ചതൊക്കെ നമുക്ക് വലിയ സന്തോഷമുണ്ട്. രാഷ്ട്രീയ മേഖലയിലും ഉപരി വളരെ നിറസാന്നിധ്യമാണ്. സാംസ്കാരിക മേഖലയിലും അദ്ദേഹത്തെ റഫീഖ് സാറെ അന്വേഷിച്ച ആർക്കും അറിയാത്തവരുണ്ടാവില്ല. നമുക്കിവിടെ പല അനുഭവങ്ങൾ കുറെ ആൾക്കാർ ഇങ്ങനെയൊക്കെ കണ്ടിക്കണോ? ഇങ്ങനെയുള്ള അനുഭവം ആർക്കും കിട്ടിയിട്ടില്ലല്ലോ, ആദ്യമായിട്ടല്ലേ? അതെ, സഹോദരന്മാരെ എല്ലാവരെയും ഒരേപോലെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഞങ്ങളവിടെ വന്നപ്പോൾ പറഞ്ഞതാണ് ഏതായാലും വാക്ക് പാലിച്ചു. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും സതുദ്ദേശമാണ് എല്ലാവർക്കും ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവിധ ആശംസകളും. താമരപ്പൂമുട്ടി എന്നെ വിളിച്ചിടുമോ നീ, പാടിക്കൊളന്നെത്തിച്ചേടുമോ നീ കണ്ണേ, നീ കണ്ണേ. 60,000 വിളക്കുള്ള വീട്ടില് മണമുള്ള പൂക്കളെ വിരിയുന്നിതാ. സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വന്നാണ് ഇവരെ കാണാച്ചിട്ട്. വന്നതിൽ നല്ല സന്തോഷമുണ്ട്, ഇവരെ കണ്ടില്ലൊക്കെ നല്ല സന്തോഷമുണ്ട്. നമുക്കിന്ന് ഒരുപാട് നന്മ മരങ്ങളെ നേരിൽ കാണുവാനും അതോടൊപ്പം തന്നെ ഒരുപാട് ജീവിതാനുഭവങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും സാധിച്ച ഒരു ദിവസമാണ്. ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇവർ എല്ലാ ദിവസവും ഒരു 1:30 ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. അപ്പൊ ഇനിയും അവരെ ഇങ്ങനെ സംസാരിപ്പിച്ച് ബോറടിപ്പിക്കുന്നല്ല, കുറെ നേരം സംസാരം കേൾക്കുമ്പോഴും അവരുടെ ആ ഒരു ദിനചര്യയിലൊക്കെ മാറ്റം വരുമ്പോൾ അവർക്ക് പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ഇനിവേ നമ്മുടെ ജീവിതത്തിലൊന്നും ഓർമ്മിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ഒരു നല്ല സുദിനം, ഒരു നല്ല ദിവസം നമുക്ക്
നൽകിയ ഒരുപാട് ജീവിതാനുഭവങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കാൻ നമുക്ക് അവസരം നൽകിയ ഈ ഒരു സ്നേഹവീട് എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന തന്റെ ജീവിതം ഇതിനു വേണ്ടി മാറ്റിവെച്ച ബഹുമാനിയായ ഖമറുന്നിസ അവറുകൾക്കും അതോടൊപ്പം തന്നെ നമുക്കറിയാം ഒരു കുംഭകോണം ഏറ്റുവാങ്ങിയ സന്നിധി ഞാനിന്ന് പോകവേ സന്നിധി ഞാനിന്ന് പോകവേ പള്ളിനാഥന്റെ പാലഴിക്കുന്നില്ലേ ഒന്നാം സോപാനം ഇന്നെനിക്ക് പള്ളിനാഥന്റെ പാലഴിക്കുന്നില്ലേ ഒന്നാം സോപാനം ഇന്നെനിക്ക്. മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.